പിന്നെ പിള്ളേരില്ല, കല്യാണം കഴിഞ്ഞ് ഒരുപാട് നാളായി, പിള്ളേരില്ല എന്ന് പറഞ്ഞിട്ട് ശരിയാണ്, ആൾക്കാർ, സൊസൈറ്റി, വീട്ടുകാർ, നാട്ടുകാർ, ഫ്രണ്ട്സ് ഒക്കെ മോക്ക് ചെയ്തുകൊണ്ടിരിക്കും, വിശേഷമായില്ലേ എന്ന്. അതൊക്കെ ശരി തന്നെ. ബട്ട് അതാണ് അൾട്ടിമേറ്റ് ഒരു എയിം എന്നുള്ളത് ലൈഫിൽ. കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാവുക, എന്താണ് അത് കഴിഞ്ഞാൽ ഗോൾ അക്കംപ്ലിഷ്ഡ്, അതാണ് സംഭവം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, കുട്ടികൾ എന്നുള്ളത് ഒരു ബോണസാണ്, അതൊരു ബ്ലെസ്സിങ്, അതൊരു ടൈം ആകുമ്പോൾ കറക്റ്റ് വന്ന് ചേരും അത്. ബട്ട് അതല്ല ലൈഫിൽ അച്ചീവ്മെൻറ്റ്. നമുക്ക് പറഞ്ഞില്ലേ, ആസ് ആൻ ഇൻഡിവിജ്വൽ ഒരുപാട് ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യാണ്ട് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഈ ദുനിയാവിൽ വന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ആസ് എ ഇൻഡിവിജ്വൽ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. കാരണം പല കാരണങ്ങൾ കൊണ്ട് പകുതിക്ക് വെച്ച നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ഇതേപോലത്തെ ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ചിലപ്പോൾ ആ സമയത്ത് നടക്കാത്തത് ചിലപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ വർക്കൗട്ട് ആയിരിക്കും. അതുകൊണ്ട് കീപ്പ് ഓൺ ട്രൈയിങ് ടിൽ ലാസ്റ്റ് ബ്രത്ത്. നമുക്ക് ഉറങ്ങി ജീവനോടെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതിനേക്കാളും വലിയ ബ്ലെസ്സിങ് ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഡ്രീം, പാഷൻ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ കീപ്പ് ഓൺ വർക്കിംഗ് ചെയ്യാം. ഒന്നിനും വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കും വേണ്ടിയോ നമ്മൾ ഇതൊന്നും മാറ്റി വെക്കേണ്ട അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എല്ലാം ഡോട്ടുകൾ കറക്റ്റായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു സർക്കിളായിട്ട്, കംപ്ലീറ്റ് സർക്കിളായിട്ട് വരും. ആ ഒരു മൊമെന്റ് വരെ നമ്മൾ കീപ് കണക്റ്റിംഗ് ദ ഡോട്ട്സ്. എപ്പോഴാണ് നടക്കണത്, എപ്പോഴാണ് സംഭവിക്കണമെന്നൊന്നും നമുക്കറിയില്ല. ബട്ട് ഒരു റൈറ്റ് മൊമെന്റ് എല്ലാവരുടെ ലൈഫിലും വരും. ആ ഒരു മൊമെന്റിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പോകും.